പിള്ളേരെല്ലാം കളിക്കായിരിക്കും, ഈ പറഞ്ഞ പോലെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഭയങ്കര രസമായിരിക്കും. ഭയങ്കര അത്രയും ദിവസം നമ്മൾ ഈ നോയമ്പ് വെക്കാന്നുണ്ട്. 50 ദിവസം ഉണ്ട് നോയമ്പുണ്ട്. സ്റ്റെഫി പറയുന്നുണ്ടായിരുന്നു നോയമ്പ് അത് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കഴിഞ്ഞ് കുർബാനയും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് കഴിക്കാൻ പറ്റും. പക്ഷെ കഴിച്ചങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ ഈ 50 ദിവസത്തേക്കും കൂടെ ഉള്ളൂ ഒറ്റ ദിവസം കഴിക്കും. ഫുഡാണ് മെയിൻ ആയിട്ട്. അനന്തുവിന്റെ എന്റെ സ്കൂൾ ഫ്രണ്ട്സ് കുറച്ച് ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു സമയം എനിക്ക് വലിയ ഈസ്റ്റർ അങ്ങനെ ഭയങ്കര സെലിബ്രേഷൻ പോലെ ഒരു സാധനമൊന്നുമില്ല. മെയിനായിട്ട് ഫുഡ് കഴിക്കാൻ പോവാ, ഇതാണ് മെയിൻ പരിപാടി. സെറ്റിൽ വന്നതിന് ശേഷം ഇല്ല, ഞാൻ ഫസ്റ്റ് അതിനുശേഷം ഇപ്പൊ ആദ്യമായിട്ട് ഇതാണ് എനിക്ക് ഇനി എന്റെ ഈസ്റ്റർ സെലിബ്രേഷൻ. ഇത് ഞാൻ അടിച്ചു പൊളിക്കും. ഇന്നത്തെ ഇവിടത്തെ കാര്യമാണ് ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ്. അതല്ലേ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് കാണാതെ ഇരിക്കുന്നതേ ഉള്ളൂ. നമുക്കൊരു കളിയിലേക്ക് കടക്കാം. ഇവള് ഈ മുട്ടയൊക്കെ പറഞ്ഞില്ലേ, ഇതൊന്നും എനിക്ക് കഴിക്കാനല്ല. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എഗ് ഒക്കെ വെച്ചതുണ്ടോ, ഒരു 3 എഗ് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഫുള്ള് അതിന്റെ മണ്ടയിലോട്ട് മിനിമം വാരി വിതരണം. മിനിമം 3 എഗ് വേണം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് അതിനെ ഡിസൈൻ ചെയ്യാം. ഏറ്റവും കൂടുതൽ ക്രിയേറ്റിവിറ്റി ആർക്കാണെന്ന് നമുക്കിപ്പോ നോക്കാം. നിങ്ങൾക്ക് ബ്രഷ് ഉണ്ട്, സ്റ്റിക്കേഴ്സ് ഉണ്ട്, കളർ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമ്മള് ഹരി ബറിയിലല്ലേ ചെയ്യാ. അപ്പൊ ഇത് പൊട്ടിപ്പോകത്തില്ല, അത് പുഴുങ്ങിയ മുട്ടയാ. ആയുധം എടുക്കും മാമ. ഈ വെള്ളം എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതോ ഞാനിത് എന്തിനാ തുറക്കണത് എനിക്ക് പോലും അറിയത്തില്ല. ഇതേണ്ട അവള് വരച്ചു. ഇത് പണിയായോന്നോ എപ്പ ചോദിച്ചാ പോരെ. കർത്താവേ, ഇത് എന്നതാ ഇത്? ഈ സെയിം കളർ മതിയോ? എന്നാ ഫുള്ള് റെഡ് അടിക്കട്ടെ. കോപ്പി അടിക്കരുത്. ഇതെന്ത് ചെയ്യും? ഇതിപ്പോ ഇവിടെ വെക്കാല്ലേ, ഒന്ന് എന്റെ കഴിഞ്ഞു. ഇത് മതി. ഇപ്പൊ എനിക്കും കൂടെ എടുത്തതാ. കുറച്ചുകൂടി കഴിഞ്ഞ് ഞാൻ കൗണ്ട് ചെയ്യാൻ തുടങ്ങി. എന്നാ വേഗം തുടങ്ങി. കൗണ്ട് ചെയ്ത് തുടങ്ങിയ പിന്നെ സ്പീഡ് ആക്കണേ. വരൂ. എന്റെ മുട്ടയും ഈശ്വരാ, എന്റെ കൂടെ അത്ര മുട്ടയായി. 6 5 ത്രോ. ആ ഗ്രീൻ കൂടെ എടുത്തു തരും. ഇത് ഭയങ്കര വെറൈറ്റി കേട്ടോ. എന്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയാൻ പറ്റാത്ത. നീ ഉണ്ടാക്കിയതിനകത്ത് ഞാനിത് വേറെ ലെവലിൽ ക്രിയേറ്റിവിറ്റി കളഞ്ഞു. ഞങ്ങള് കറക്റ്റ് സമയത്ത് ഞങ്ങൾ തീർത്തേ. നമ്മൾ ആദ്യമേ തീർത്തേ. ഇച്ചിരി നീക്കി വെച്ചാ കുഴപ്പമുണ്ടോ? പിന്നെ വെള്ളം ഡ്രസ്സിൽ പറ്റിയോടാ. നമ്മുടെ കളർ ഷെയ്ഡ് കോംബോ കൊള്ളാല്ലേ. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഇപ്പൊ ആർക്ക് കൊടുക്കുന്നുള്ളത്. ഭാര്യ പറയരുത് കേട്ടാ. സത്യത്തിൽ നോക്ക്, എന്റെ ഭാര്യ ചെയ്ത് കുറച്ച് നല്ല ക്രിയേറ്റീവ് ആയിട്ടല്ലേ. കണ്ണു പോകുന്നത് മൊത്തം സ്റ്റെഫി ചേച്ചി. അതിന് കാര്യമുണ്ട്. വൈറ്റ്, റെഡ്, ബ്ലൂ അങ്ങനെ ആരെങ്കിലും ചെയ്തു. ആ വൈറ്റ് ചെയ്താണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. ഇത് വേറൊന്നുമല്ല, അതൊരു ക്രിയേറ്റിവിറ്റി അല്ലേ. അല്ല, ക്രിയേറ്റിവിറ്റിക്കാണ് സമ്മാനം. അത് വെച്ച് നോക്കുമ്പോ ബാക്കി എല്ലാവരും പെയിന്റ് ചെയ്യുമ്പോ പെയിന്റ് ചെയ്യാതെ ആ മുട്ടയിൽ തന്നെ ക്രിയേറ്റിവിറ്റി. അതെന്താന്നറിയോ, ബാക്കി എല്ലാവരും ടൈം എടുത്ത് അവരുടെ മൈൻഡിലുള്ളത് ചെയ്തു. ചേച്ചിക്ക് മൈൻഡ് എടുക്കാൻ പറ്റത്തില്ല. ഇല്ലില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങനെ ഒരു ഗെയിം ഉണ്ടെന്നേ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇനിയിപ്പോ അങ്ങനെ നിങ്ങളൊരു പക്ഷപാതം പറയും എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ വേണമെങ്കിൽ വേണ്ട, ബെസ്റ്റ് മതി. ശരി, ഞാൻ എന്റെ ഭാര്യനെ മാറ്റി വെച്ച് നോക്കുമ്പോൾ
ഞാൻ ആനിന് കൊടുക്കുന്നു. നമ്മുടെ നിങ്ങളുടെ ടീമിന് അനന്തൂന് എന്നെ ഇപ്പൊ ബേസിൽ ഫാമിലി കയറ്റി. ഇപ്പം നിങ്ങൾ ഞങ്ങൾക്കൊരു ടാസ്ക് തന്നു, അത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങളൊക്കെ ജയിച്ചു, അവർ ഫസ്റ്റ് അടിച്ചിട്ട് പോയി. ഇനി എനിക്കൊരു ടാസ്ക് തരാനുണ്ട് നിങ്ങൾക്ക്. ഓക്കെ. ആ ടാസ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വിപുലീകരിച്ച് പറയാം, അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ട് പറയാം, നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ശരി. എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം തന്നിരിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. അപ്പൊ എനിക്കും ക്വസ്റ്റ്യൻ ചോദിക്കണം തോന്നിയാലോ? ചോദിക്കണം. അപ്പൊ ഞങ്ങളും ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ചോദിക്കാവോ? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. ഒരു give and take. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് വിശേഷങ്ങൾ അറിയാൻ പറ്റുമല്ലോ എല്ലാവരും. ശരി ശരി. പറയാത്തതും അറിയാവുന്നതുമായ കാര്യങ്ങൾ തല പോകുന്ന കാര്യങ്ങളൊന്നും ചോദിക്കരുത്. അതെ. അതൊന്നും പറയാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പൊ നിങ്ങൾ ആൻസർ അവിടെ തന്നെ തുടങ്ങി. ശരി. അപ്പൊ ഞാൻ തുടങ്ങട്ടെ. ഓക്കെ. അപ്പൊ എനിക്ക് ഫസ്റ്റ് നെറുക്കെടുപ്പ് വീണിരിക്കുന്നത് അനന്തുവിനാണ്. അടിപൊളി. അനന്തുവിന്റെ സീരിയലിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ടൈം ഞാൻ സീരിയൽ എൻട്രി ചെയ്യുന്നത് ഞാൻ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം നമ്മുടെ ഈ കോളേജ് ബേസ് ആയിട്ട് ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിന് കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഈ ക്ലാസ്സിലൊന്നും പോയില്ലായിരുന്നു. സ്വാഭാവികം. പറഞ്ഞിട്ടില്ല. ബാംഗ്ലൂർ നമ്മൾ മെയിനായിട്ട് ഞാൻ ഈ ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ കണ്ടിട്ടാണ് ബാംഗ്ലൂർ പോയത്. പക്ഷെ ആ സിനിമയെ കണ്ട ഒരു സ്ഥലവും ഞാൻ കണ്ടിട്ടില്ല. ജസ്റ്റ് ആക്സിഡൻ്റലി ഒരു സംഭവം നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് ഡയറക്റ്റ് ചെയ്തത്. അങ്ങനെ അത് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എൻ്റെ കോഴ്സ് കഴിഞ്ഞ് നാട്ടിൽ വന്ന് വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ വന്നു. വെറുതെ ഇരിക്കുന്നവർക്ക് കിട്ടുന്ന പരിപാടിയാണോ? ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ട് വിളിച്ചു. അത് കണ്ടിട്ട് വിളിച്ചാണ്. അപ്പൊ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് അറിയില്ല. ഷോർട്ട് ഫിലിമിന്റെ പേരെന്താ? അത് പേര് എനിക്ക് ഇപ്പോഴും അറിയില്ല. അപ്പൊ ഇതൊക്കെ ഓക്കെയാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു പ്ലാൻ? പഠിച്ചു കഴിഞ്ഞിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് എന്തായിരുന്നു? പഠിച്ചു കഴിഞ്ഞിട്ട് കാനഡയ്ക്ക് പോകാനായിട്ട് IELTS ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ തോന്നുന്നുണ്ടോ ഇതാണോ വേണ്ടത്, അത് അങ്ങോട്ട് പോവായിരുന്നോ, എന്തായിരുന്നു തോന്നുന്നു? ഇടയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമ്മുടെ ഈ വീട്ടിലൊക്കെ ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ കസിൻസും കാര്യങ്ങളെല്ലാവരും പുറത്താണ്, നമ്മൾ മാത്രം ഒരു ഓടുവണ്ണ് പോലെ ഇങ്ങനെ ചർച്ചാ വിഷയമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പോയാൽ മതിയായിരുന്നു. പിന്നെ തിരിച്ച് നമ്മൾ പിറ്റേന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് മതി എന്ന് തോന്നും. നീ ഇപ്പൊ നന്നായി എൻജോയ് ചെയ്തിട്ടാണോ ഇപ്പൊ ഈ ഫീൽഡ് വർക്ക് അതെ ചെയ്യുന്നത്? അതെ, ഉറപ്പായിട്ടും. ഹാപ്പി ആയിട്ടാണ്? പിന്നെ ഓക്കെ, അപ്പൊ അത് മതി. നമുക്ക് എല്ലാവർക്കും മതിയോ? നമുക്ക് നമ്മുടെ ഒരു സന്തോഷമാണല്ലോ. ഹാപ്പിനെസ്സിനല്ലേ നമ്മൾ മെയിൻ വാല്യൂ കൊടുക്കുക. അതെ. മറ്റേതാണെങ്കിൽ ബാക്കിയുള്ള എല്ലാവരുടെയും ഹാപ്പിനെസ്സിന് വേണ്ടി നമ്മൾ അവിടെ പോയി അവിടെ ജോലി നമുക്കൊരു ഹാപ്പിനെസ് ഇല്ലാണ്ട് നമ്മൾ നോർമൽ ലൈഫുകൾ ചെയ്ത് ഇപ്പൊ നമുക്ക് ഒരു സന്തോഷം എല്ലാവരും അങ്ങനെ അടിപൊളിയാണ്. ഇനി നൂബി, നിനക്ക് ആരാ ചോദിക്കാനുള്ള ചോദിക്കും? എനിക്കിതേ ബ്രോയോട് എന്താണോ ബ്രോയോടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഈ സ്റ്റെബിയുടെ 3 അർജന്റ് ആയിട്ട് മാറ്റേണ്ട ദുശീലങ്ങൾ ഏതൊക്കെയാണുള്ളത്? നിങ്ങൾ ഇച്ചിരി മുമ്പൊക്കെ ഈ മുട്ടയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സൂപ്പീരായിരുന്നല്ലോ. അപ്പം ഈ സൂപ്പീര് മാത്രമല്ല, ഇതിൻ്റെ അകത്തുള്ള ദുശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. നീ ശരിക്കും ഈസ്റ്റർ ആഘോഷിക്കാനാണ്, കുടുംബം തെളിക്കാനല്ല. കുടുംബം കലക്കാൻ പോകുന്നു. ഇന്ന് നിങ്ങളെ കൊണ്ട് ഉള്ളിയുടെ തൊലി ഞങ്ങൾ പൊളിപ്പിക്കും. കഴിഞ്ഞാൽ എനിക്ക് വീടാണ് പോണേ. അഭിനയിക്കണം, ഭാവന മുന്നോട്ട് പോണം, ഓർക്കണം. ദുശീലങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ പറയാം. ഈസ്റ്റർ ആയിട്ട് നമുക്ക് നല്ല കാര്യങ്ങൾ